ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ദിലീപാണെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആലപ്പി അഷ്റഫ്, അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ അടക്കമുള്ള സിനിമാ താരങ്ങളും, ഒപ്പം തന്നെ ADGP B സന്ധ്യ, ഒപ്പം അഡ്വക്കേറ്റ് TB മിനി തുടങ്ങിയ എല്ലാ ഭാഗത്തും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് വ്യാജമാണെന്ന്, ഒരു വ്യാജ ഗ്രൂപ്പാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നിൽ ദിലീപാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ദിലീപിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ഇരവാദം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ദിലീപിനെ പൂട്ടണം എന്നായിരുന്നു ആ ഗ്രൂപ്പിന്റെ പേര്. അത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തനിക്കെതിരെ കൃത്യമായൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ദിലീപിന്റെ ശ്രമം. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP B സന്ധ്യ അടക്കമുള്ളവർ ആ ഗ്രൂപ്പിൽ ഉള്ളപ്പോൾ കൃത്യമായി തന്നെ തനിക്കൊരു ഇരവാദം തനിക്ക് അനുകൂലമായി ഭവിക്കും എന്ന് ദിലീപ് വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് ഇത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാം വ്യാജ പ്രൊഫൈലുകളായിരുന്നു. ADGP B സന്ധ്യയുടെയും മഞ്ജു വാര്യരുടെയും ഒക്കെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് വ്യാജ വാട്സപ്പ് പ്രൊഫൈലുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ആ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളാകാൻ പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടെങ്കിൽ നാളെയാണ് ഈ കേസിൻ്റെ വിധി വരാൻ പോകുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കണക്ക് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ദിലീപ് രക്ഷപ്പെടും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണക്ക് ദിലീപ് കുടുങ്ങാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതലെന്നും പറയുന്നുണ്ട്. ഇപ്പം ചെല്ലുന്നവരും ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഇത് കണക്ക് ദിലീപിനെതിരെയുള്ള തെളിവുകൾ കൂടി വരികയാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. എന്നിരുന്നാലും ശരി, തീർച്ചയായിട്ടും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ശിക്ഷ തന്നെ കിട്ടണം. അതിലൊരു മാറ്റവും ഇല്ലെങ്കിൽ വെറുതെ വേണ്ടത് തന്നെയാണ്. എന്തായിരുന്നാലും ശരി, നാളെയാണ് ഇനി അറിയാൻ പോകുന്നത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.